Hello everyone, welcome to today's chemistry class. Today we will discuss the second colligative property, that is elevation of boiling point. So before going into this topic, first of all you should know what is boiling point. The constant temperature at which the vapor pressure of liquid becomes equal to the atmospheric pressure. അതായത് വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആകുന്ന ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയാം. ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും ഈക്വൽ ആകുന്ന ആ പോയിൻ്റാണ് അല്ലെങ്കിൽ ടെമ്പറേച്ചറാണ് ബോയിലിംഗ് പോയിൻ്റ്. So we all know boiling point of water is 100 degrees Celsius. Now we can see what is elevation of boiling point. The boiling point of a solvent elevates from its original boiling point when we add a non-volatile solute to it. നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഒരു വോളറ്റൈൽ സൊല്യൂട്ടിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. കാരണം എന്താണ്? വേപ്പർ പ്രഷർ കുറയുന്നതുകൊണ്ടാണ്. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആഡ് WB amount of solute in a WA amount of solution, the boiling point increases to same extent from its original boiling point. This is our elevation of boiling point. അതിൻ്റെ ഫിഗർ ഇതാണ്. ഫോർ എക്സാമ്പിൾ, ഡെൽറ്റ TB നമ്മൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയും. അപ്പം T സൊല്യൂഷൻ മീൻസ് T സോൾവൻ്റ് ആണ് ഡെൽറ്റ TB. അതായത് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് എപ്പോഴും സോൾവെൻറ്റിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് മൈനസ് സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് ആണെന്ന് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അത്രയും ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും സൊല്യൂഷന്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറും വേപ്പർ പ്രഷറിനും എതിരെ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഈ ഡിഫറൻസ് ആണ് ടി സൊല്യൂഷൻ മൈനസ് ടി സോൾവെൻറ്റ്. ഓക്കെ, TB മൈനസ് TB നോട്ട് എന്ന് പറയാം. TB നോട്ട് സോൾവെൻറ്റും TB സൊല്യൂഷൻ്റെ ആയിരിക്കും. ഇതാണ് നമ്മുടെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ആ ഡിഫറൻസ് ആണത്. വേപ്പർ പ്രഷർ, ടെമ്പറേച്ചറും വേപ്പർ പ്രഷറും നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഇതാണ് ടി സോൾവെൻ്റ് ആണ്. അത് പെട്ടെന്ന് ബോയിൽ ചെയ്തു. പക്ഷേ സൊല്യൂഷൻ ആകുമ്പോൾ കുറച്ചുകൂടി കഴിയണം ബോയിൽ ചെയ്യാൻ. അപ്പോൾ ആ ഡെൽറ്റ TB ആണെന്ത് ആ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. So elevation of boiling point is a colligative property. It depends upon the number of solute particles. So delta TB is directly proportional to molality, or delta TB is equal to KB into M എന്ന് പറയാൻ പറ്റും. മൊളാലിറ്റി എന്ന M ആണ്. ഡെൽറ്റ TB is equal to KB into M. ഓക്കെ, ഡെൽറ്റ TB മൊളാലിറ്റി ആയിട്ട് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഡെൽറ്റ TB is equal to KB into M എന്ന് പറയാം. ഇതിലെ എല്ലാ ടേംസും നമുക്ക് നോക്കാം. ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ്. KB ഈസ് കോൾഡ് എബ്യൂലോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ സോൾവെൻറ്റ്. അതിനെ നമ്മൾ എബ്യൂലോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് ഓർ മോളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയും. ആൻഡ് M ഈസ് ദ മൊളാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ, മൊളാലിറ്റി നമുക്കറിയാവുന്ന കാര്യമാണ്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. മൊളാലിറ്റി ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെൻ്റ് ആണ്. ഓക്കെ, ദ ഗിവൺ മാസ് ഓഫ് സോൾവെൻ്റ് ആണ് മൊളാലിറ്റി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ കിലോഗ്രാം ഇൻറ്റു മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. അതായത് M ഈസ് ഈക്വൽ ടു W2 ബൈ M2 ഇൻറ്റു W1. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അത് വെച്ച് നമ്മൾ കാണുമ്പോൾ ഡെൽറ്റ TB ഈസ് പ്രൊപ്പോർഷണൽ ടു M, ഓർ ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു M എന്ന് വേണേൽ പറയാം. അല്ലെ നമുക്ക് എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡ് ബൈ MB ഇൻറ്റു WA. നമ്മൾ ഇത് ഉപയോഗിച്ച് നമുക്ക് MB കണ്ടുപിടിക്കാം, മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. MB ഈസ് ഈക്വൽ ടു വേണം നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. MB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡ് ബൈ ഡെൽറ്റ TB ഇൻറ്റു WA എന്ന് എഴുതാൻ പറ്റും. ഇതിൽ ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റും KB ബോയിലിംഗ് പോയിൻറ്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ എബ്യൂലോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് ആണ്. M മൊളാലിറ്റി ആണ്. WB മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. MB മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. WA മാസ് ഓഫ് സോൾവെൻ്റ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള കൺസെപ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളിതിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. നമുക്കത് പ്രോബ്ലത്തിന് വേണ്ടി ആവശ്യമുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഫ്രീസിംഗ് പോയിൻറ്റ് ഡിപ്രഷൻ. The next colligative property is freezing point depression or depression in freezing point. Normal freezing or melting point is a temperature at which solid and liquid are in equilibrium under 1 atm. അതായത് അത് ഫ്രീസിംഗ് പോയിന്റ് അല്ല മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് ആൻഡ് ലിക്വിഡ് ആർ ഇൻ ഇക്വിലിബ്രിയം. സോളിഡും ലിക്വിഡും കൂടി ഇക്വിലിബ്രിയത്തിൽ വരുന്ന പോയിന്റ് ആണെന്ന് നമ്മൾ പറയുക. അത് നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് എന്നൊക്കെ പറയും. ഇതിൻ്റെ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. Addition of a solute will decrease the vapor pressure and so will decrease the freezing point. അതായത് സൊല്യൂട്ടിൻ പാർട്ടിക്കിൾ സൊല്യൂഷനിലേക്ക് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ വേപ്പർ പ്രഷർ കുറയുന്നു. അതുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. ഇതിനാണ് നമ്മൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓർ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ഫോർ എ ലിക്വിഡ് ടു ഫ്രീസ് ഇറ്റ് മസ്റ്റ് അച്ചീവ് എ വെരി ഓർഡേർഡ് സ്റ്റേറ്റ്. ഒരു ലിക്വിഡ് ഫ്രീസ് ആകണമെങ്കിൽ അതിനകത്ത് ഇമ്പ്യൂരിറ്റി ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അതിനകത്ത് എന്ത് വേണം? അത് വളരെ ഓർഡറായിട്ട് ഈ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവണം. ഒരു ഓർഡേർഡ് സ്റ്റേറ്റ് ആയിരിക്കണം.
ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ക്രിസ്റ്റൽ. അപ്പോൾ ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ ക്രിസ്റ്റൽ ഫോം ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇമ്പ്യൂരിറ്റി എന്നുള്ളത് ഓർഡേർഡ് എന്തായിരിക്കണം, സ്റ്റേറ്റ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇഫ് ദർ ആർ ഇമ്പ്യൂരിറ്റീസ് ഇൻ ദ ലിക്വിഡ് ദ സൊല്യൂട്ട്സ് ദ ലിക്വിഡ് ഈസ് ഇൻഹെറൻറ്റ്ലി ലെസ് ഓർഡേർഡ്. ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ കുറവാകും, ലെസ് ഓർഡേർഡ് ആവും. ദെയർഫോർ എ സൊല്യൂഷൻ ഈസ് മോർ ഡിഫിക്കൽട്ട് ടു ഫ്രീസ്. അപ്പോൾ ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ ഫ്രീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ദാൻ ദ പ്യുവർ സോൾവെൻറ്റ്, സോ എ ലോവർ ടെമ്പറേച്ചർ ഈസ് റിക്വയർഡ് ടു ഫ്രീസ് ദ ലിക്വിഡ്. അപ്പോൾ ഇമ്പ്യൂരിറ്റി ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നു. അപ്പോൾ നമ്മളിതിനെ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ന് പറയുന്നു. ഇതാണ് അതിൻ്റെ ഒരു കാണുന്നത്. ലിക്വിഡ് സോൾവെൻറ്റ്, അതിൻ്റെ സൊല്യൂഷൻ, അത് ഫ്രീസ് ചെയ്യുന്ന പോയിൻ്റാണ്. ഇപ്പോൾ TF0 ആണ് നമ്മുടെ സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിന്റ്. സൊല്യൂഷൻ്റെ നമ്മൾ TF ആയിട്ട് എടുക്കുന്നു. അപ്പോൾ TF0 മൈനസ് TF ആണെന്ത്, ഡെൽറ്റ TF. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പിന്നെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയാം. ഇത് വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ്. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകണം. ലെറ്റ് TF0 ബി ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ് ആൻഡ് TF ഇറ്റ്സ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂട്ട്. ദെൻ ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു TF0 മൈനസ് TF. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ന് പറയുക. ഓക്കെ, ഫോർ ഇറ്റ് ഈസ് എ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഡെൽറ്റ TF ഈസ് പ്രൊപ്പോർഷണൽ ടു M എന്ന് പറയാൻ പറ്റും. ഓർ ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു M എന്ന് പറയാൻ പറ്റും. KF എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് ഓർ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്. ഫ്രീസിംഗ് പോയിന്റ് എലിവേഷൻ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് ഓർ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. ഓർ ഇറ്റ് ഈസ് ഓൾസോ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് ഓർ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയാം ഇതിനെ. ദ യൂണിറ്റ് ഓഫ് KF ഈസ് കെൽവിൻ കിലോഗ്രാം പെർ മോൾ. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ ഈ W2 ഗ്രാം ഓഫ് എ സൊല്യൂട്ട് ഹാവിങ് എ മോളാർ മാസ് M2, നമ്മൾ W2 ഗ്രാം എടുക്കുകയാണ്. മോളാർ മാസ് M2 ആണ് ആ സൊല്യൂട്ടിൻ്റെ. ആൻഡ് W1 ആണ് സോൾവെൻറ്റിൻ്റെ മാസ്. പ്രൊഡ്യൂസസ് എ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ TF ഓഫ് ദി സോൾവെൻറ്റ്. ദെൻ മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷനാണ് നമ്മൾ നേരത്തെ പഠിച്ചാണ്. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു W2 ബൈ M2 ഇൻറ്റു W1 ബൈ 1000. ഓർ ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു M ആണ്. എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു W2 ബൈ M2 ഡിവൈഡ് ബൈ W1 ബൈ 1000 എന്ന് കൊടുക്കുന്നു. ഓർ ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു റീഅറേഞ്ച് ചെയ്യുന്നു. KF ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ M2 ഇൻറ്റു W1. അതിൽ നമുക്ക് M2 മോളിക്കുലാർ മാസ് റിസൾട്ട് കണ്ടുപിടിക്കാൻ പറ്റും. M2 ഈസ് ഈക്വൽ ടു KF ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ ഡെൽറ്റ TF ഇൻറ്റു W1 എഴുതാൻ പറ്റും. ഓക്കെ, ആൻഡ് ദ വാല്യൂ ഓഫ് KF ആൻഡ് KB വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദി സോൾവെൻറ്റ് can be ascertained from the following relations. KF is equal to R means universal gas constant ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബാക്കി പോയിന്റ് എന്നൊക്കെ. R into KF is equal to R into M1 into TF square divided by 1000 into delta H fusion. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ആണ് ഡെൽറ്റ H ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ KB is equal to R into M1 into TB square divided by 1000 into delta H VAP എന്നാൽ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ആണ്. But here the symbols R and M1 stand for gas constant and molar mass of the solvent respectively, and TF and TB denote the freezing point and boiling point. TF freezing point, TB boiling point and Kelvin ആണ്. And delta H FUS and delta H VAP represent enthalpy of fusion and enthalpy of vaporization ആണ് സോൾവെൻറ്റിൻ്റെ. അതാണ് ഇത്തരം കാര്യങ്ങൾ. നമ്മൾ ഈ KFും ഈ enthalpy of vaporization ഫ്യൂഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് M2 എന്നുള്ള ഇക്വേഷൻ ഡെൽറ്റ TF എന്നുള്ള ഇക്വേഷനാണ് വേണ്ടത്. അതിൽ നിന്നാണ് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാം. ഇനിയുള്ള ഓസ്മോട്ടിക് പ്രഷർ, ദ ലാസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓസ്മോട്ടിക് പ്രഷറാണ്. അതിൽ നമ്മൾ ആദ്യം ഓസ്മോട്ടിക് പ്രഷർ പഠിക്കുന്നതിന് മുമ്പ് ഓസ്മോസിസ് എന്താണെന്ന് പഠിക്കണം. ദ പാസേജ് ഓഫ് സോൾവെൻറ്റ് ഇൻ ടു എ സൊല്യൂഷൻ ഫ്രം മോർ ഡൈല്യൂട്ട് ടു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. അതായത് passage of solvent from lower concentration to higher concentration through a semi-permeable membrane is known as osmosis. അതായത് ഹയർ കോൺസെൻട്രേഷനിലേക്ക് ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും സോൾവെൻറ്റിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുക. ത്രൂ എ സെമി പെർമേബിൾ മെംബ്രെയിൻ. സെമി പെർമേബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ചെറിയ പോൾസുള്ള സുഷിരങ്ങളുള്ള മെംബ്രെയിൻ ആണെന്ന് പറയാം, സെമി പെർമേബിൾ മെംബ്രെയിൻ എന്ന് പറയാം. Diffusion of water through a semi-permeable membrane from a solution of lower concentration towards a solution of higher concentration. അപ്പോൾ നമ്മൾ വാട്ടർ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് ഉള്ള സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുന്നത് എന്താണ്, ഓസ്മോസിസ് ആണ്. ഇപ്പോൾ നമ്മൾ ഉപ്പിലിട്ട മാങ്ങ, ഓക്കെ, ഉപ്പിലിട്ട മാങ്ങയ്ക്ക് സംഭവിക്കുന്നത് അതാണ്. സൊല്യൂഷൻ ഓഫ് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നു. ഉപ്പുള്ള ഭാഗത്തേക്ക് നമ്മുടെ മാങ്ങയിലുള്ള വെള്ളം പോകുന്നു, അതുകൊണ്ട് നമ്മുടെ മാങ്ങ ചുക്കിച്ചുളിയുന്നു. ഇതാണ് ഈ ഫിഗർ കാണുന്നത്. അതായത് പ്യുവർ സോൾവെൻറ്റിൽ നിന്നും കോൺസെൻട്രേറ്റ് സൊല്യൂഷനിലേക്ക് നമ്മുടെ സാധനം ഈ സെമി പെർമേബിൾ മെംബ്രെയിൻ വഴി മൂവ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിഫ്യൂഷൻ ഓഫ് സോൾവെൻറ്റ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ
through a semi-permeable membrane. Okay, the passage of solvent into a solution or from more solute to concentrated solution, for dilute solute to concentrated solution, when the two are separated from each other by a semi-permeable membrane. ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്ക് നമ്മുടെ സോൾവെൻറ്റ് മോളിക്യൂൾസ് സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ? Osmotic pressure is the minimum excess pressure which needs to be applied to a solution to prevent interior flow of water across the semi-permeable membrane. എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? Osmotic pressure is a minimum amount of pressure which needs to be applied to solution side to prevent the osmosis. അതായത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓസ്മോസിസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ റിക്വയർ ചെയ്യപ്പെട്ട പ്രഷറാണ്. അപ്പോൾ നമ്മളിത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓസ്മോസിസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ട പ്രഷറിനെയാണ് എന്ത് പറയുക? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുക. ദ പ്രഷർ റിക്വയർഡ് ടു സ്റ്റോപ്പ് ഓസ്മോസിസ് ഇസ് നോൺ ആസ് ഓസ്മോട്ടിക് പ്രഷർ. ദെൻ ഇമ്പോർട്ടൻറ്റ് ടേംസ് ഓഫ് ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഐസോട്ടോണിക് സൊല്യൂഷൻ. Okay, solutions have equal concentration of solute and so equal osmotic pressure. Isotonic solution എന്ന് പറഞ്ഞാൽ അവയുടെ സൊല്യൂട്ടിൻ്റെയും ഹാവ് ഈക്വൽ കോൺസെൻട്രേഷൻ. അതെന്ന് പറഞ്ഞാൽ അവരുടെ ഓസ്മോട്ടിക് പ്രഷർ എല്ലാം ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഐസോട്ടോണിക് സൊല്യൂഷൻ്റെ പ്രത്യേകത അവരുടെ ഓസ്മോട്ടിക് പ്രഷർ എല്ലാം ഈക്വൽ ആയിരിക്കും. ദെൻ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ വിത്ത് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും ആ സൊല്യൂഷൻ്റെ പ്രഷർ. ഓക്കെ, ദെൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ വിത്ത് ലോവർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഓസ്മോട്ടിക് പ്രഷർ കുറവായിരിക്കും. ഇതൊക്കെയാണ് ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക്, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ്റെയൊക്കെ പ്രത്യേകത. നമുക്ക് അതിൻ്റെ ഓരോ ഫിഗറിലും വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഓഫ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ബോയിൽ വാൻ ഹോഫ് അല്ലെങ്കിൽ ചാൾസ് വാൻ ഹോഫ് ലോ ഓഫ് ഫോർ സൊല്യൂഷൻ എന്ന് അറിയപ്പെടുക. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വാൻ ഹോഫ് ആണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിന് ഒരു ഇക്വേഷൻ കൊടുത്തത്. പൈ വി ഈസ് ഈക്വൾ ടു എൻ ആർ ടി. നമ്മൾ പി വി ഈസ് ഈക്വൾ ടു എൻ ആർ ടി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നമ്മൾ പൈ വി ഈസ് ഈക്വൾ ടു എൻ ആർ ടി എന്ന് പറയും. പൈ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷറാണ്, വി വോളിയം ആണ്, എൻ നമ്പർ ഓഫ് മോൾസ് ആണ്, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ സൊല്യൂഷൻ നമ്മൾ കോൺസെൻട്രേഷൻ എടുക്കുന്നു, ടി ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പോൾ ഐഡിയൽ ഗ്യാസിലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് പി വി ഈസ് ഈക്വൾ ടു എൻ ആർ ടി. ഹിയർ എൻ ബൈ വി എന്ന് പറഞ്ഞാൽ എം ആണ്, എൻ ബൈ വി നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. അത് നമ്മൾ എൻ ആയിട്ട് എടുക്കും, എം ആയിട്ട് എടുക്കുന്നു, മാസ് എടുക്കുന്നത്. ഫോർ പൈ ഈസ് ഈക്വൾ ടു ഐ എം ആർ ടി എന്ന് വരും. ഐ എന്ന് പറഞ്ഞാൽ വാൻ ഹോഫ് ഫാക്ടറാണ്. നിങ്ങൾ സിലബസിൽ നിന്ന് വാൻ ഹോഫ് ഫാക്ടർ ഒഴിവാക്കിയിട്ടുണ്ട്. വേറെ എം ഈസ് ദ മോളാർ കോൺസെൻട്രേഷൻ ആണ്, അതായത് നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. അതിന് നമ്മൾ മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയും. ഓക്കെ, മോളാർ കോൺസെൻട്രേഷൻ എം കോൺസെൻട്രേഷനാണ്. അതായത് സി എന്ന് വേണേൽ പറയാം, എൻ ബൈ വി, അതായത് പൈ ഈസ് ഈക്വൾ ടു സി ആർ ടി എന്ന് വേണേൽ പറയാം. ഇനി വാൻ ഹോഫ് ഫാക്ടർ എന്നൊരു ഫാക്ടർ ഉണ്ട്, അതും കൂടെ കൂട്ടിച്ചേർത്ത് പൈ ഈസ് ഈക്വൾ ടു ഐ എം ആർ ടി ഓർ പൈ ഈസ് ഈക്വൾ ടു ഐ സി ആർ ടി എന്ന് പറയാം. എം മീൻസ് മോളാർ കോൺസെൻട്രേഷനാണ്. ഓക്കെ, ഇനി ഓസ്മോട്ടിക് പ്രഷറിൻ്റെ അപ്ലിക്കേഷനാണ് നമുക്ക് കാണാനുള്ളത്. ഓസ്മോട്ടിക് പ്രഷർ ഫീച്ചേഴ്സ് നോർമലി മൂവ് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഫ്രം എ ഡൈല്യൂട്ട് ടു എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഇൻ വാട്ടർ ഡിസ്റ്റിലേഷൻ. ഓക്കെ, വാട്ടർ ഡീസലൈനേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടറിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി വാട്ടർ ഡീസലൈനേഷൻ. എ ലാർജ് എക്സ്റ്റേണൽ പ്രഷർ ഈസ് യൂസ്ഡ് ടു പുഷ് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഫ്രം സീ വാട്ടർ ത്രൂ എ മെംബ്രെയിൻ ടു പ്രൊഡ്യൂസ് ഡ്രിങ്കിങ് വാട്ടർ. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് റിവേഴ്സ് ഓസ്മോസിസ്. അതായത് ഓസ്മോസിസിന് പോലെയല്ല, റിവേഴ്സ് ഓസ്മോസിസ്. അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് നമ്മൾ ഒരു ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും സോൾവെൻറ്റ് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ പ്യുവർ വാട്ടറും സാൾട്ട് വാട്ടറും ഉണ്ട്, ഇപ്പോൾ തമ്മിലൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും വലിയ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സാൾട്ട് വാട്ടർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത്, അല്ലെങ്കിൽ ഡീസലൈൻഡ് വാട്ടർ, അല്ലെങ്കിൽ സലൈൻഡ് വാട്ടർ, അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളത്തിൽ നിന്നും വെള്ളം പ്യുവർ വാട്ടറിലേക്ക് പോകുന്നു, അതിൻ്റെ ഇമ്പ്യൂരിറ്റിയൊക്കെ വേർതിരിക്കുന്നു. ഇതിനാണ് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇതിനെ RO ടെക്നോളജി എന്ന് പറയും. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇതിനെ ഡീസാലൈനേഷൻ ഓഫ് സീ വാട്ടർ ബൈ റിവേഴ്സ് ഓസ്മോസിസ് എന്ന മെത്തേഡ് നമുക്ക് പറയാൻ പറ്റും. അതായത് കടൽ വെള്ളത്തിൽ നിന്നും ശുദ്ധമായ വെള്ളം വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് റിവേഴ്സ് ഓസ്മോസിസ്, അല്ലെങ്കിൽ RO ടെക്നോളജി എന്നാണ് പറയുക, ഡീസാലൈനേഷന്. ഈ നമ്മുടെ വാട്ടർ പ്യൂരിഫയറിലൊക്കെ കാണാം, ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ RO ടെക്നോളജി. ഓക്കെ, ഇത് RO ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വാട്ടർ പ്യൂരിഫയർ ആണെന്ന് പറഞ്ഞ് നമുക്ക് പല പരസ്യങ്ങളിലും കാണാൻ പറ്റും. അപ്പോൾ റിവേഴ്സ് ഓസ്മോസിസ് ആണ്. അപ്പോൾ ഈ നമ്മുടെ കെമിസ്ട്രിയിലെ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ആൻഡ് ദ പ്രോസസ് ഈസ് നോൺ ആസ് റിവേഴ്സ് ഓസ്മോസിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ സൊല്യൂഷൻ എന്താണെന്ന് പഠിച്ചു, സൊല്യൂഷൻ്റെ ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, നമ്മൾ ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും പഠിച്ചു,
പിന്നെ നമ്മൾ കണ്ടത് എന്താണ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചു അല്ലേ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റ്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് പേപ്പർ, ലാസ്റ്റ് ഓസ്മോട്ടിക് പ്രഷർ പഠിച്ചു, അതിൻ്റെ അപ്ലിക്കേഷൻസ് പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഈ BP ഉള്ള ആൾക്കാർക്ക് കൂടുതൽ പിന്നെ സാൾട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ ആൻഡ് ദിസ് ക്ലാസ്. താങ്ക് യു.